നമസ്കാരം. ഇന്ന് നമ്മുടെ ഒരു പോസ്കോ കേസിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഒരു കേസിൻ്റെ ഒരു അഭിഭാഷകന് ഒരു റിപ്പോർട്ട് കിട്ടിയ ഒരാൾ ജയിലിലാണ്, അദ്ദേഹത്തെ രക്ഷിക്കാൻ ആരുമില്ല, അദ്ദേഹം അങ്ങനെ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോയി കാണണമെന്നൊക്കെ പറഞ്ഞൊരു അങ്ങനെ ഈ അഭിഭാഷകൻ ഈ പ്രതിയെ പോയി കാണുകയും പിന്നെ അതിൽ വലിയ ശ്രദ്ധ കൊടുക്കുകയും ചെയ്തില്ല. കാര്യം വേറൊന്നുമല്ല, സ്വന്തം മകളെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. പക്ഷെ തുടർന്നും ഇദ്ദേഹം ഈ അഭിഭാഷകനെ എങ്ങനെയൊക്കെ കോണ്ടാക്ട് ചെയ്യുകയും അതിന് പ്രകാരം വീണ്ടും പോയി കാണുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ പിന്നിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം എന്തായാലും ഒരു ജാമ്യാപേക്ഷ കൊടുത്തതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കോടതി പറഞ്ഞു ജാമ്യം അനുവദിക്കില്ല എന്ന് പറഞ്ഞു. വിചാരണ തടവുകാരനായിട്ട് അനുവദിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നു. ഈ റിപ്പോർട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ആ വക്കീൽ നോക്കിയപ്പോഴത്തേക്ക് ഇത് പറയുന്നത് ശരിയാണ്. അദ്ദേഹം പറയുന്നത്, ഈ പ്രതിയായിട്ടുള്ള ആൾ പറയുന്നത് എന്നെ സാധൂകരിക്കുന്ന രീതിയിൽ സ്വന്തം മകള് കൊടുത്ത ചില പരാതിയിന്മേൽ ഒരു തെളിവും അവിടെ അവശേഷിക്കുന്നില്ല. തെളിവുകളൊന്നും ശാസ്ത്രീയമായി ഒന്നും അവശേഷിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഓഡിയൻസിൻ്റെ ഡേറ്റ് സമയത്ത് വക്കീൽ വെച്ച് എന്തായാലും ഒന്ന് ചുമ്മാ പോയിട്ട് വരാം, എന്തെങ്കിലുമൊക്കെ പറയാമെന്നും പറഞ്ഞിട്ട് എന്തായാലും ഒന്ന് അപ്പിയർ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, കോടതി ചോദിച്ചു എന്ത് വേണമെന്നും. വക്കീൽ പറഞ്ഞു ജാമ്യം വേണമെന്നും. എന്നിട്ട് പറഞ്ഞു ഇത് ശാസ്ത്രീയമായിട്ടുള്ള ഇത് റിപ്പോർട്ട് മകളുടെ പരാതിയെ സാധൂകരിക്കുന്നില്ല, അതിന് നേരെ വിരുദ്ധമായിട്ടാണ് FIR അല്ലെങ്കിൽ മറ്റ് ശാസ്ത്രീയമായിട്ടുള്ള മറ്റ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ ജഡ്ജി പറഞ്ഞു അലൗഡ് എന്ന്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരിക്കുന്നത് വിചാരണ തടവുകാരനാക്കി മാറ്റുമെന്ന് പറഞ്ഞിരിക്കുന്ന ജഡ്ജിയാണ് അലൗഡ് എന്ന് പറഞ്ഞു. അപ്പോൾ വക്കീലിന് തോന്നി പ്രതിയുടെ സ്വന്തം മകൾ കൊടുത്ത പരാതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ അദ്ദേഹം കുറേ ഇരുന്നിങ്ങനെ ആലോചിച്ചു, അയ്യോ അപ്പോൾ പ്രതി ആദ്യം പറഞ്ഞത് ശരിയാണ്, ഭാര്യയുമായിട്ടുള്ള എന്തോ പിണക്കത്തിലാണ് ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നതെന്ന് തോന്നുകയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സ്വന്തം റിസ്കിൽ ഈ വക്കീൽ ജാമ്യക്കാരെ ഏർപ്പാടാക്കി ഇറക്കുകയാണ് ചെയ്തത്. ഇറക്കി കഴിഞ്ഞ പ്രതി ഒരു മുങ്ങൊക്കെ മുങ്ങി, ഇതുവരെ ഒരു വിവരവുമില്ല. അപ്പോഴാണ് ഒരു കാര്യം പറയുന്നത്, നമ്മുടെ പോലീസ് സമ്പ്രദായം എന്തുകൊണ്ട് ഈ രാജ്യത്ത് ഇത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. പല കാര്യങ്ങൾക്കും നമുക്ക് സർക്കാരിനെ വിമർശിപ്പിക്കാം, എങ്കിലും ഇത്തരം കാര്യക്ഷമമായ പോലീസ് സമ്പ്രദായം എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ പലരും വിശ്വാസവഞ്ചകന്മാരും, ഇപ്പോൾ ചില കാര്യങ്ങളിൽ നേരാണെങ്കിലും പല കാര്യങ്ങളിലും അവർ വിശ്വാസം ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒട്ടനവധി ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പോലീസ് സമ്പ്രദായം ഇത്രയും ചിലവ് കൊടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരുപാട് ദുസ്സഹമാകുമെന്നും കൂടെയാണ് ഇത്തരണത്തിൽ ഈ ഒരു സംഭവം മനസ്സിലാക്കി തരുന്നത്.